എല്ലാ മനുഷ്യനിലും ഒരു ഡോക്ടർ ഉറങ്ങിക്കിടപ്പുണ്ട്. സകല നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങളും ഇതിനെ കൊന്നുകളയാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്ന സത്യം നമുക്ക് പിടികിട്ടുന്നില്ല. ഈ ഡോക്ടർ വളർന്നാൽ ഈ സമൂഹത്തിൽ ഉള്ള ഒത്തിരി ഡോക്ടർമാർക്ക് തൊഴിലില്ലാതാകും. സംവിധാനങ്ങൾ എല്ലാം തകർന്നു പോകും. നമ്മളിലെല്ലാം ദൈവമായ കർത്താവ് ഉറങ്ങിക്കിടപ്പുണ്ട്. ഈ ദൈവമായ കർത്താവ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പള്ളി സംവിധാനങ്ങൾ അതെല്ലാം കെട്ടടങ്ങും. ഇത് ഉണരുകയോ ഉണർത്താതിരിക്കുകയോ ചെയ്യുക എന്നതാണ് ഇന്നത്തെ എല്ലാ പുരോഹിത സംവിധാനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന സത്യം നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. ദൈവവചനം ആരുടെ പക്കലേക്ക് വരുന്നുവോ അവർ ദൈവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. പുതിയ വർഷം സത്യത്തിൽ പുതുമ എന്താണ്? പുതുതായിട്ട് ലോകത്തൊന്നുമില്ല. എല്ലാം എനർജിയുടെ വിവിധ രൂപഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് മാറ്റാനുള്ള കഴിവ് അത് മനുഷ്യനുണ്ട്. കാരണം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവിക ഛായയിൽ സാദൃശ്യത്തിൽ. അതുകൊണ്ട് തന്നെ സൃഷ്ടാവ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത് പ്രവർത്തിക്കാനായിട്ടുള്ള കഴിവ് സൃഷ്ടിക്കുന്നുണ്ട്. നമ്മൾ എന്നും പുതുമയെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നു, പഴയ സാധനങ്ങൾ കളക്ട് ചെയ്ത് ഒരു പള്ളി ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കുമ്പോൾ വളരെ യാദൃച്ഛികമെന്ന വണ്ണം ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് പഴയ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഇനിയും മറ്റൊന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാരൻ ഭാര്യയുടെ നേരെ നോക്കി. അയാൾ അവളോട് ചോദിച്ചു, അല്ല വേറെ പഴയത് എന്തെങ്കിലും ഉണ്ടോടിയേ? തികച്ചും അർത്ഥഗർഭമായി ചോദ്യം കേട്ട അവൾ ആകെ ഭയന്നു. അവൾ ഒറ്റ കാർച്ചയാണ്, അയ്യോ എൻ്റെ അയ്യോ എൻ്റെ അയ്യോ. കാരണം അവൾ വിചാരിച്ചത് പ്രായമായി കഴിഞ്ഞപ്പോൾ അവളെയും കൂടെ പിടിച്ച് പഴയ സാധനത്തിൻ്റെ കൂടെ ചാക്കിനകത്ത് കയറ്റാൻ പോവായിരുന്നു. അവൾ പറഞ്ഞു, മനുഷ്യനെ, നിങ്ങളാണ് എന്നേക്കാൾ പ്രായമായ സാമാനം, അറിയാവൂ? അതെ, ഭർത്താവ് പറയും ഭാര്യയാണ് പ്രായമായത്, ഭാര്യ പറയും ഭർത്താവാണ് പ്രായമായത്. ഏത് ഷർട്ടാണെങ്കിലും കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ ഇത് പഴയതായി മാറുന്നു. ഏത് സാരിയാണെങ്കിലും കുറച്ച് നാൾ ഉടുത്ത് കഴിയുമ്പോൾ ഇത് പഴയതായി മാറുന്നു. ഏത് മനുഷ്യനോടൊപ്പവും കുറച്ച് നാൾ ജീവിച്ച് കഴിയുമ്പോൾ അയാൾ പഴയതായിട്ട് അനുഭവപ്പെടുന്ന അവസ്ഥാവിശേഷം. പുതിയമയെ സൃഷ്ടിക്കാനായിട്ടുള്ള കഴിവ് നമുക്കെല്ലാവർക്കും ഉണ്ട് എന്നും അതിനെ വളരുകയും വളർത്തുകയും ചെയ്യുന്നതിലൂടെയാണ് പുതുമ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മളിലൂടെ പുതുമ ആവിഷ്കരിക്കപ്പെടുന്നത് ഈ വലിയ വെളിപാടിലേക്കും ജീവിതശൈലിയിലേക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നതായിരിക്കട്ടെ നമ്മളുടെ ധനഹ ആചരണം. താങ്ക് യു.